ഹായ്, ഇന്ന് നമുക്ക് കടല കൊണ്ട് ചാട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ കടല കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ കടല എടുത്തു. ഞാൻ അല്പം ചെറുപയർ കൂടി ചേർക്കുന്നുണ്ട് ഇതിലൂടെ. അത് നിങ്ങളുടെ ഇഷ്ടം, ഓപ്ഷണലാണ്. ഇഷ്ടമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കഴിക്കാത്ത കുട്ടികൾക്ക് നല്ലതാണ് ചെറുപയർ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് രണ്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒത്തിരി കൂടാൻ പാടില്ല, ലേഖയ്ക്കാൻ മാത്രം ഇതുപോലെ ഒഴിച്ചാൽ മതി. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം. ഇത്രയും വെള്ളത്തിൽ ഇത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ചാട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വേവിച്ചെടുത്ത കടലയും ചെറുപയറും കൂടി ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം കുറേ അധികം ചേരുവകൾ ഇതിന് വേണം. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നത് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. തീരെ ചെറുതായി അരിഞ്ഞു വെച്ച് സവാള ഉള്ളി ചേർത്ത് കൊടുത്ത്, അതിനുശേഷം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് കാക്കടി ചെറുതായി അരിഞ്ഞതാണ്. അതിനുശേഷം തക്കാളിക്ക ചെറുതായി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം ഉപ്പിട്ടത് കൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇതിന് ചേർത്താൽ മതി. ഇവിടെ ഞാൻ കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി. ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് ഇവിടെ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം മെയിൻ ചേരുവയായ ചാട്ട് മസാല, അത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഞാനിവിടെ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഇതെല്ലാം കൂടി ഇളക്കിയെടുക്കണം. ഈ കടലയ്ക്കകത്ത് ഈ ചേരുവകളെല്ലാം കൂടി ചേരുന്ന വരെ നമുക്ക് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു അല്പം നാരങ്ങ നീര് കൂടി ചേർത്ത് പിന്നെയും അതൊന്ന് ചേർത്ത് ഇളക്കാവുന്നതാണ്. പിന്നെ ചേരുവകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മാങ്ങ കിട്ടുന്ന സമയമാണെങ്കിൽ പച്ചമാങ്ങയും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കഴിക്കാം.